CPMനെതിരെ ആരെങ്കിലും ഒരടിസ്ഥാനമില്ലാത്ത വിമർശനങ്ങളോ ആക്ഷേപങ്ങളോ ഒക്കെ ഉന്നയിച്ചാൽ ഉടൻ ചില ആളുകൾ MN വിജയന്റെ വാക്കുകൾ എടുത്ത് അങ്ങ് ഉദ്ധരിക്കും. ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യങ്ങൾ അവിടെ തന്നെ അവശേഷിക്കും എന്നാണ് അതിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദ്ധരണി. കുട്ടി ചോദിക്കുന്നത് പൊട്ട ചോദ്യമാണോ അശ്ലീല ചോദ്യമാണോ എന്നതൊന്നും മാഷ് വിശദീകരിച്ചിട്ടില്ല. ഏത് ചോദ്യമായാലും അവിടെ അവശേഷിക്കുമെന്ന് നമുക്കും വേണമെങ്കിൽ വിശകലനം ചെയ്യാമല്ലോ. ഇപ്പോൾ നിലമ്പൂർ MLA കാടടച്ച് വെടിവെക്കുമ്പോഴും കുട്ടിയുടെ അവശേഷിക്കുന്ന ചോദ്യത്തെയാണ് ഉത്തമന്മാർ ഉദ്ധരിക്കുന്നത്. നിലമ്പൂർ MLA ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്ന് KPCC അധ്യക്ഷൻ സുധാകർ ജി, പ്രതിപക്ഷ നേതാവ് സതീശൻ ജി, പിന്നെ രമേശൻ ജി തുടങ്ങിയ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ MLA ചോദിച്ച ചില ചോദ്യങ്ങൾ മാത്രമല്ലല്ലോ ക്ലാസ് മുറിയിൽ അവശേഷിക്കുക, എല്ലാ ചോദ്യങ്ങളും അങ്ങനെ തന്നെ നിലനിൽക്കുമല്ലോ. പൊട്ട ചോദ്യമായാലും അശ്ലീല ചോദ്യമായാലും അത് അങ്ങനെ തന്നെ ആവണമല്ലോ. അങ്ങനെയാണെങ്കിൽ നിലമ്പൂർ MLA ചോദിച്ച ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. KC വേണുഗോപാൽ ഉൾപ്പെടുന്ന സോളാർ പീഡന കേസ് ADGP അജിത് കുമാർ അല്ലേ അട്ടിമറിച്ചത്? അതിന് അജിത് കുമാർ KC വേണുഗോപാലിൽ നിന്നും കോഴ വാങ്ങിയിട്ടില്ലേ? റെയിൽ പദ്ധതി അട്ടിമറിക്കാൻ VD സതീശൻ 150 കോടി രൂപ പ്രതിഫലം വാങ്ങിയെന്നും മീൻ കൊണ്ടുവരുന്ന വാഹനത്തിൽ കേരളത്തിലേക്ക് കടത്തിയെന്നും അൻവർ പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് പുനർജനി തട്ടിപ്പ് ED അന്വേഷണം വരാതിരിക്കാൻ ADGP അജിത് കുമാറിൻ്റെ സഹായം സതീശന് കിട്ടിയില്ലേ? ഇതൊന്നും വളരെ പഴയ ചോദ്യങ്ങളല്ല, സമീപകാലത്ത് അൻവർ എന്ന കുട്ടി ഉയർത്തിയ ചോദ്യങ്ങളാണ്. ഇനി നിലമ്പൂർ MLA ഉന്നയിച്ച മറ്റു ചില ചോദ്യങ്ങൾ നോക്കാം. എന്തുകൊണ്ട് മറുനാടൻ ഷാജൻ സ്കറിയക്കെതിരെ നിയമ നടപടി ഉണ്ടാകുന്നില്ല? ആ ചോദ്യവും അവിടെ അവശേഷിക്കവെയാണ് മറുനാടൻ്റെ ഒക്കെ ചങ്ങായിയായി അൻവർ മാറിയത്. ഷാജൻ സ്കറിയയുടെ പോസ്റ്റ് പോലും നിർലജ്ജം പങ്കുവച്ചിരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ബഹിഷ്കരിക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നാണ് ഈ കുട്ടി നേരത്തെ പറഞ്ഞിരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലപ്പത്തുള്ളവർ പ്രതികളായ കേസ് അട്ടിമറിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചിരുന്നു. ആ ബഹിഷ്കരണമൊക്കെ മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് ആക്കിയപ്പോഴും പഴയ ചോദ്യം അവശേഷിക്കുന്നുണ്ടാവുമല്ലോ. നിലമ്പൂരിലെ MLA മാധ്യമപ്രവർത്തകരെയും കൂട്ടിപ്പോയി ഏതോ ഒരു വീട് ചൂണ്ടിക്കാണിച്ച് അതൊരു സ്വർണ്ണപ്പണിക്കാരൻ്റെതാണ് എന്നും ഒരു സ്വർണ്ണപ്പണിക്കാരന് കോടികളുടെ ആസ്തി എങ്ങനെ ഉണ്ടായി എന്നും ചോദിക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയത് അനധികൃതമാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് ഇൻകം ടാക്സും EDയും ഒക്കെ അല്ലേ? ആ വഴിയിൽ MLA എന്തുകൊണ്ടാണ് ഇതുവരെയും ഒരു ചുവടുവെപ്പ് നടത്താത്തത്? കസ്റ്റംസിൻ്റെ കണ്ണുവെട്ടിച്ചോ അവരുടെ ഒത്താശയോടെയോ കോടികൾ വിലമതിക്കുന്ന കിലോ കണക്കിന് സ്വർണമാണ് കരിപ്പൂർ വിമാനത്താവളം വഴി ഉൾപ്പെടെ കടത്തുന്നത്. കേന്ദ്ര ഏജൻസികൾക്ക് പിടികൂടാൻ കഴിയാത്ത കോടികളുടെ കള്ളക്കടത്താണ് കഴിഞ്ഞ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേരള പോലീസ് അതിസമർത്ഥമായി പിടികൂടിയത്. 6 മാസത്തിനിടെ 110 കിലോയിലേറെ സ്വർണമാണ് പോലീസ് പിടികൂടിയത്. ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അക്കാര്യത്തിൽ അറസ്റ്റിലുമായിട്ടുണ്ട്. ഇതിനെ അനുകൂലിച്ച് എന്തുകൊണ്ട് MLA മിണ്ടുന്നില്ല? പകരം ഇതിൽ നിന്നും ചില പോലീസുകാർ ചിലത് തട്ടിയെടുത്തുവെന്നും മാത്രം ധാർമ്മിക രോഷം കൊള്ളുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെയുള്ള കടത്തുകാരെ കൂട്ടി നടക്കുന്നത് എന്തിനാണ്? വിജയമാഷിൻ്റെ ചോദ്യം അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുമ്പോൾ ഈ ചോദ്യങ്ങളും പാറിക്കളിക്കുമല്ലോ. MLA ഉയർത്തിയതും MLAയോട് ചോദിക്കുന്നതുമായ ചോദ്യങ്ങളിൽ ഏതാണ് നെല്ല് ഏതാണ് പതിര് എന്ന് കൂട്ടി നോക്കിയിട്ട് പോരെ ക്ലാസ് റൂമിൽ ചോദ്യാവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ച? MLAയുടെ ചോദ്യങ്ങൾക്ക് MLA തന്നെ നൽകുന്ന ചില ഉത്തരങ്ങളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് RSS ബന്ധമെന്ന് ആരോപിക്കുന്നതിന് എന്ത് തെളിവാണുള്ളത്? അതിനുള്ള ഉത്തരം ഒരു തെളിവുമില്ല എന്നതാണ്. P ശശിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണത്തിന് എന്ത് തെളിവുണ്ട്? ഒരു തെളിവുമില്ല. സ്വർണം പോലീസുകാർ പൊട്ടിച്ചു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. ഈ ഉത്തരങ്ങളെല്ലാം കേൾക്കുന്ന ആരെങ്കിലും രേഖകളായി കൈരേഖ കാണിക്കുന്ന വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടിയെ ഓർമ്മ വന്നാൽ കുറ്റം പറയാൻ പറ്റൂ? മാനസിക നില തെറ്റിയ ആ കഥാപാത്രത്തെ പോലെയാണ് അൻവർ പെരുമാറുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു പരിഹസിക്കലാവില്ലല്ലോ, അല്ലേ?